Good morning. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 3-ലെ ടോപ്പിക്കായ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് ഇൻ സ്പേസ് ആണ്. ഓൾറെഡി മൊമെന്റിന്റെ 2-dimensional അനാലിസിസ് നമ്മൾ മൊഡ്യൂൾ 1-ൽ പഠിച്ചു കഴിഞ്ഞതാണ്. അവിടെ നമ്മൾ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തത് പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് ആം ഓഫ് ഫോഴ്സ് ആയിരുന്നു. Where arm of force is the perpendicular distance between moment center and line of action of force. അപ്പോൾ മൊഡ്യൂൾ 1-ൽ നമ്മൾ പഠിച്ച മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ 2-dimensional അനാലിസിസിൽ മൊമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതായിരുന്നു. അവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ആം ഓഫ് ഫോഴ്സിന്റെയും പ്രോഡക്റ്റ് ആയിരുന്നു. ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് മൊമെന്റ് സെന്ററും ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്പേസിൽ ഒരു ഫോഴ്സിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സ്പേസിൽ ഒരു ഫോഴ്സും മൊമെന്റ് സെന്ററും ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ടീഡിയസ് പ്രോസസ് ആയതുകൊണ്ട് സ്പേസിൽ ഒരു ഫോഴ്സിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്റ്റർ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സ്പേസിൽ ഒരു ഫോഴ്സും മൊമെന്റ് സെന്ററുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു ടീഡിയസ് പ്രോസസ് ആയതുകൊണ്ട് സ്പേസിൽ ഒരു ഫോഴ്സിന്റെ മൊമെന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ വെക്റ്റർ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ കൺസിഡർ എ ഫോഴ്സ് വെക്റ്റർ എഫ് പാസിംഗ് ത്രൂ എ പോയിന്റ് എ. ഫിഗർ ശ്രദ്ധിക്കുക. സ്പേസിലെ ഒരു ഫോഴ്സ് വെക്റ്റർ എഫ് കൺസിഡർ ചെയ്യുക. ഈ എഫ് പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് വെക്റ്റർ എഫ് അബൌട്ട് മൊമെന്റ് സെന്റർ ഒ ഈസ് ഗിവൺ ബൈ എം ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഓക്കെ, അപ്പോൾ സ്പേസിൽ ഒരു ഫോഴ്സ് വെക്റ്റർ തന്നിട്ടുണ്ട് ജസ്റ്റ് പാസിംഗ് ത്രൂ എ. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് വെക്റ്ററിന്റെ മൊമെന്റ് അബൌട്ട് ഒ ഇസ് ഗിവൺ ബൈ എം ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, where r is the position vector of point A about moment center O. For position vector r എന്ന് പറയുന്നത് distance OA ആണ്, which is vector r is equal to xi plus yj plus zk, where ijk unit vectors along xyz direction, and force vector f is given by fxi plus fyj plus fzk. Then moment m എന്ന് പറയുന്നത് r cross f ആണ്. ശ്രദ്ധിക്കുക, r എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ ഓഫ് പോയിന്റ് എ വിത്ത് റെസ്പെക്ട് ടു o ആണ്. നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ആണ് വേണ്ടത്. ക്രോസ് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് ഡിറ്റർമിനേറ്റ് ആണ് വേണ്ടത്. ഡിറ്റർമിനേറ്റിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് i j k യൂണിറ്റ് വെക്ടേഴ്സ് എലോങ് എക്സ് വൈ സെഡ് ഡയറക്ഷൻ. സെക്കൻഡ് റോ എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ ആറിന്റെ ഐ ജെ കെ കോയിഫിഷ്യൻസ് ആണ്, എക്സ് വൈ z. തേർഡ് റോ എന്ന് പറയുന്നത് ഫോഴ്സ് വെക്ടറിന്റെ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് ആണ്, എഫ് എക്സ് എഫ് വൈ ആൻഡ് എഫ് സെഡ്. ഡിറ്റർമിനേറ്റ് എടുക്കുക, ഐ ഇൻറ്റു എഫ് സെഡ് വൈ മൈനസ് എഫ് വൈ സെഡ് മൈനസ് ജെ ഇൻറ്റു എഫ് സെഡ് എക്സ് മൈനസ് എഫ് എക്സ് സെഡ് പ്ലസ് കെ ഇൻറ്റു എഫ് വൈ എക്സ് മൈനസ് എഫ് എക്സ് വൈ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സ്പേസിൽ ഒരു ഫോഴ്സിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. It is the cross product of position vector r and force vector f. Okay. Next നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് നോക്കാം. A force F is equal to 2i plus 3j minus 4k is applied at the point B 1 minus 1 2. Find the moment of the force about a point A 2 minus 1 3. അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കൊരു ഫോഴ്സ് വെക്റ്റർ തന്നിട്ടുണ്ട് 2i plus 3j minus 4k. ഈ ഫോഴ്സ് വെക്റ്റർ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് B1 minus 1 2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് അബൌട്ട് പോയിന്റ് എ. എ എന്ന പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് ഫിഗർ വരയ്ക്കുക. ബി എന്ന പോയിന്റിലൂടെ ഒരു ഫോഴ്സ് വെക്റ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് വെക്ടറിന്റെ മൊമെന്റ് അബൌട്ട് എ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് എ തന്നിട്ടുണ്ട്. എയുടെ കോർഡിനേറ്റ്സ് 2 മൈനസ് 1 3, ബിയുടെ കോർഡിനേറ്റ്സ് 1 മൈനസ് 1 2. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കറിയാം മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്.
സോ ഫസ്റ്റ് പൊസിഷൻ വെക്റ്റർ വെക്റ്റർ ആർ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് പൊസിഷൻ വെക്റ്റർ ഓഫ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. കാരണം ബിയിലൂടെയാണ് നമ്മൾ ഫോഴ്സ് പാസ് ചെയ്യുന്നത്. എക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ആണ് നമുക്ക് വേണ്ടത്. സോ പൊസിഷൻ വെക്റ്റർ ഓഫ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് xb മൈനസ് xa ഇൻറ്റു ഐ പ്ലസ് yb മൈനസ് ya ഇൻറ്റു j പ്ലസ് zb മൈനസ് za ഇൻറ്റു k. സോ പൊസിഷൻ വെക്റ്റർ വെക്റ്റർ ആർ കാൽക്കുലേറ്റ് ചെയ്യുക. വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് 0j മൈനസ് k എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് ബി, ബിയിലൂടെ പാസ് ചെയ്യുന്ന മൊമെന്റ് എബൌട്ട് എ കാൽക്കുലേറ്റ് ചെയ്യുക. m ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഡിറ്റർമിനേറ്റ് ഐ ജെ കെ മൈനസ് 1 0 മൈനസ് 1 2 3 മൈനസ് 4 ഡിറ്റർമിനേറ്റ് എടുക്കുക. m ഇസ് ഈക്വൽ ടു 3i മൈനസ് 6j മൈനസ് 3k എന്ന് വരും. ഓക്കെ. ഇങ്ങനെയാണ് സ്പേസിൽ ഒരു ഫോഴ്സിന്റെ മൊമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. The next problem, a force F is equal to 2i plus 4j minus 3k is applied at a point A. Find the moment of force F above the point B. So question again ഒരു force vector തന്നിട്ടുണ്ട് 2i plus 4j minus 3k. A എന്ന പോയിന്റിലൂടെയാണ് ഈ ഫോഴ്സ് വെക്ടർ പാസ് ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോഴ്സിന്റെ മൊമെന്റ് അബൌട്ട് B ആണ്. സോ ഫിഗർ വരയ്ക്കുക. എയിലൂടെ ഫോഴ്സ് വെക്ടർ പാസ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് മൊമെന്റ് അബൌട്ട് B ആണ്. സോ ഫസ്റ്റ് പോയിന്റ് എയുടെ കോർഡിനേറ്റ്സ് എഴുതുക, പോയിന്റ് ബിയുടെ കോർഡിനേറ്റ്സ് എഴുതുക. ഇവിടെ നമുക്ക് വേണ്ടത് പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. സോ വെക്ടർ ആർ എന്ന് പറയുന്നത് എക്സ് എ മൈനസ് എക്സ് ബി ഇൻറ്റു ഐ പ്ലസ് വൈ എ മൈനസ് വൈ ബി ഇൻറ്റു ജെ പ്ലസ് ഇസഡ് എ മൈനസ് ഇസഡ് ബി ഇൻറ്റു കെ. ഇവിടെ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് വേണ്ടത്. സോ പൊസിഷൻ വെക്ടർ വെക്ടർ ആർ മൈനസ് ഐ പ്ലസ് 2j മൈനസ് 4k എന്ന് കിട്ടും. ദെൻ മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് എ, എയിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സിന്റെ മൊമെന്റ് എബൌട്ട് ബി ഡിറ്റർമിൻ ചെയ്യുക. m is equal to r cross f. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഫൈനലി നമുക്ക് m എന്ന് പറയുന്നത് 10i മൈനസ് 11j മൈനസ് 8k എന്ന് കിട്ടും. ഓക്കെ. ഇത് ഫ്രീക്വന്റ്ലി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ ഇതൊന്ന് പഠിക്കുക. ഓക്കെ. The next problem, a force of magnitude 44 Newton acts through the point A 4 minus 1 7 in the direction of vector 9i plus 6j minus 2k. Find the moment of force about the point B 1 minus 3 2. So ഇവിടെ ഫോഴ്സ് വെക്ടർ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഫോഴ്സ് വെക്ടറിന്റെ ഡയറക്ഷനിലെ വെക്ടർ തന്നിട്ടുണ്ട് 9i പ്ലസ് 6j മൈനസ് 2k. ഇത് ഫോഴ്സ് വെക്ടർ അല്ല, ഫോഴ്സ് വെക്ടറിന്റെ ഡയറക്ഷനിലെ വെക്ടർ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ആ ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് 44 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഫോഴ്സ് വെക്ടർ ആക്ട് ചെയ്യുന്ന പോയിന്റ് എ ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണ്ടത് മൊമെന്റ് അബൌട്ട് ബി ആണ്. ഓക്കെ. സോ നമ്മുടെ ഫോഴ്സ് വെക്ടർ വെക്ടർ എഫ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എ ആണ്. മൊമെന്റ് അബൌട്ട് ബി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എയുടെ കോർഡിനേറ്റ്സ് എഴുതുക, ബിയുടെ കോർഡിനേറ്റ്സ് എഴുതുക. പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് എ എബൌട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് എ എബൌട്ട് ബി ആണ് വേണ്ടത്. സോ വെക്ടർ ആർ എന്ന് പറയുന്നത് എക്സ് എ മൈനസ് എക്സ് ബി ഇൻറ്റു ഐ പ്ലസ് വൈ എ മൈനസ് വൈ ബി ഇൻറ്റു ജെ പ്ലസ് ഇസഡ് എ മൈനസ് ഇസഡ് ബി ഇൻറ്റു കെ. സോ വെക്ടർ ആർ നമുക്ക് 3i പ്ലസ് 2j പ്ലസ് 5k എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഫോഴ്സ് വെക്ടർ ആണ് നമുക്ക് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ഫോഴ്സ് വെക്ടറിന്റെ ഡയറക്ഷനിലെ വെക്ടറും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സും ആണ്. അപ്പോൾ ഫോഴ്സ് വെക്ടറിന്റെ ഡയറക്ഷനിലെ വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ ഫസ്റ്റ് കാൽക്കുലേറ്റ് ദി യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഗിവൺ വെക്ടർ 9i പ്ലസ് 6j മൈനസ് 2k. യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പൊസിഷൻ വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ മതി. സോ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗിവൺ വെക്ടർ നമുക്ക് കിട്ടി 9i പ്ലസ് 6j മൈനസ് 2k ഡിവൈഡഡ് ബൈ 11. ഓക്കെ. ഇനി ഈ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 44 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് given വെക്റ്റർ എന്തായിരിക്കും? 44 into യൂണിറ്റ് വെക്റ്റർ, that is 9i plus 6j minus 2k by 11. സിംപ്ലിഫൈ ചെയ്യുക. ഫോഴ്സ് വെക്റ്റർ F എന്ന് പറയുന്നത് 36i plus 24j minus 8k എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടറായി ഫോഴ്സ് വെക്ടറായി. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് അറ്റ് A about B എന്തായിരിക്കും? M is equal to R cross F. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഫൈനലി നമുക്ക് മൊമെന്റ് എന്ന് പറയുന്നത് -136i plus 204j എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്പേസിൽ ഒരു ഫോഴ്സിന്റെ മൊമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.